സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. നമ്മളിന്ന് കോളേജിൽ പോവുകയാണ്. അത്രേ ഉള്ളൂ. ചെക്കന്മാരെല്ലാവരും സെറ്റ്. അവിടെ സീനിയേഴ്സ് വരുന്നുണ്ട്. ഞാൻ യൂണിഫോം ഇട്ടില്ല. ഞങ്ങൾ ഇവന്മാർ മാത്രമേ യൂണിഫോം ഇട്ടിട്ടുള്ളൂ. സോ ഞാൻ അടുത്ത ആഴ്ച മുതൽ യൂണിഫോം ഇവിടെ ആയിരിക്കും. തേനീച്ച കൂടെ വലുതായല്ലോ, വലുതായിരുന്നു. സോ നമുക്ക് കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ ഇൻ്റർവെല്ലിന് വാങ്ങാൻ വിചാരിച്ചിട്ട് ഫസ്റ്റ് പീരീഡ് തന്നെ 2 ഐറ്റാണ്. സോ നമുക്ക് പ്ലസ് കാർ നമ്മൾ കോളേജിലേക്ക് പോകുന്ന വഴിയാണ്. ഫുള്ള് കാടാണെന്നാണ് പറഞ്ഞത്. മഴ കാരണം വെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞു അല്ലേ? യെസ്. അതിനാൽ നമ്മൾ കാട്ടിലൂടെ നടക്കണം. ആ കാണുന്ന ബിൽഡിങ്ങാണ് ജിം. കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇതിലൂടെയൊക്കെ നോക്കുമ്പോൾ കൃത്യമായിട്ട് കാണില്ല. ബട്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ സ്കൂൾ ബസ് വന്നു. ആൻഡ് ദാറ്റ്സ് ദ ജിം ബ്രോ. അവിടെ പോവാം, കളിക്കാം, സ്റ്റുഡൻസിനെ കളിക്കാം. ഞങ്ങൾ ഡെയിലി ഈവനിങ് പോകാറുണ്ട്. ഫുള്ള് കുട്ടികളാണ്. ഓ മൈ ഗാഡ്. ഞാൻ അടുത്തപ്പോൾ മാത്രമാണ് ആൾക്കാരും ഇല്ല ഇറങ്ങാൻ. ഇത് നോക്കാം ഇവിടുന്ന് ഇതാ ആ കാണുന്നതാണ് എൻ്റെ ക്ലാസ്. ആ ഫ്രണ്ട് ചെക്കന്മാരൊക്കെ ഹൈഡാ, ദിസ് ഈസ് മൈ ക്ലാസ്. ഇതന്നെ സോ ഇതാണ് ക്ലാസ്. ചെക്കന്മാർക്ക് വരുന്നുള്ളൂ, വരട്ടെ. ബ്രോ അമൽ ബ്രോ, ആദിസ് ബ്രോ. എന്തായാലും എൻ്റെ പേരും അറിയില്ല. എൻ്റെ പേര് ഹായ് വരടാ ആദിസ്. ഇപ്പോഴാണ് ക്ലാസ് ഓണായത്. ആണോ, ഫുള്ള് ലൈറ്റൊക്കെ വെച്ച് സെറ്റായി. നമ്മ ബാക്ക് ബെഞ്ചിലാണ്. ഇന്നലെ ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്നിട്ട് കൂടി ഒന്ന് ബാക്കിലേ അല്ലേ. ഫസ്റ്റ് പിന്നെ IT 2 പേര് പോയി നോക്കാം. റെക്കോർഡ് കൊണ്ടുവരാത്തതുകൊണ്ട് രാവിലെ അറ്റൻഡൻസ് വരില്ല എന്നാണ് പേടിച്ചു പോയി. പിന്നെ വ്ളോഗ്. സോ ഇനി പോയി റെക്കോർഡ് വാങ്ങിയിട്ട് ഫസ്റ്റത്തെ 30 നമ്പേഴ്സിനോട് ലാബിക്ക് വരാൻ പറഞ്ഞു. ബാക്കിയുള്ളവർ ക്ലാസ്സിലിരിക്കണം. സോ ഞാൻ 32 അതുകൊണ്ട് ഇത് വാങ്ങാൻ പോട്ടോ ഫെയർ റെക്കോർഡ്. അതുമല്ല, ഇവിടെ റെക്കോർഡ് വാങ്ങിയവരൊക്കെ റഫ് റെക്കോർഡാണ് വാങ്ങിയത്. ശരിക്കും ഫെയർ റെക്കോർഡാണ് വേണ്ടി. സോ വാങ്ങിയ നമുക്ക് ഇവിടെ ഇരുന്നാൽ മതി. അടുത്ത വീടാവുന്നുണ്ട്, അതിന് അതുവരെ റെക്കോർഡ് എഴുതാനാവുന്നുണ്ട്. നമുക്ക് റെക്കോർഡ് വാങ്ങാൻ പോകണം. റഫ് റെക്കോർഡല്ല വേണ്ടത്, ഫെയർ റെക്കോർഡ്. ശ്രീരഞ്ജ് ബ്രോ മടി ഉണ്ടോ ബ്ലോഗ് നേരെ? ഇല്ല, ശ്രീരഞ്ജ് 2 ആളോട് പോകാനാ പറഞ്ഞത്. പക്ഷെ ക്ലാസ്സിലെല്ലാവരും ഇറങ്ങി. അവിടെ 10 ആൾക്കാരെ ഇനി പോയി തുറന്നു. ഇതന്നെ ഞാൻ വിചാരിച്ച സാധനം തന്നെ. ഇതന്നെ പക്ഷെ ഇന്നലെ വാങ്ങി മൂഞ്ചിക്കണം. 2 ആൾക്കാരോട് വരാൻ പറഞ്ഞത്. അതൊരുമാതിരി മരിച്ചോട്ട് പോയായിരിക്കും എല്ലാവരും. ഇതാണ് സ്റ്റോറിൽ നിന്ന് നമ്മൾ നീ വാങ്ങിയ വലിയ നോട്ട് വാങ്ങിക്കോ. ഒരു വലിയ നോട്ട് വേണം, ഇൻസ്ട്രുമെന്റ് ബോക്സ് വേണം, മറ്റേ ഇതും വേണം. ഇതാണ് സ്റ്റോർ. സോ വാങ്ങിട്ട് വരാം. ഞാൻ വാങ്ങാൻ പോയപ്പം ബുക്ക് തീർന്നു. സോ ഞാനൊരു ബോക്സ് ഒരു റെക്കോർഡും വാങ്ങി. തൽക്കാലം ഇപ്പോൾ മതി. അപ്പോൾ ബുക്ക് ഉച്ചയ്ക്ക് ശേഷം വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം വാങ്ങാം. എൻ്റെ ബാലൻസ് എങ്ങനെയൊക്കെ ഷോർട്ട് ആവുന്നുണ്ട്. എങ്ങനെയൊക്കെ ഒരു 10-30 റുപ്യൻ്റെ ഷോർട്ട് കാണിച്ച്. എങ്ങോട്ട് പോയെന്നറിയില്ല. ഞാൻ എടുത്തിട്ടില്ല. കാരണം ഇന്നലെ രാത്രി 260 തന്നിട്ട് എനിക്ക് 90 അയച്ചു കൊടുത്താലും ബാക്കി 260 90 അയച്ചാൽ 170 ബാലൻസ് വേണ്ടിയല്ലേ അല്ലേ? ആണ് തോന്നുന്നുണ്ട്. എങ്ങനെ ഒരു 10-30 റുപ്യ ഷോർട്ട് വരുന്നുണ്ട്. 130 തെറ്റുള്ളൂ. കണക്കിൽ വീക്കാണ്, എന്നാലും ഷോർട്ട് വരുന്നുണ്ട് തോന്നുന്നുണ്ട്. എന്തായാലും ഇനി ഉച്ചക്കാം. നേരെ ഇല്ല, ഞാൻ 32. എത്ര? 44. ഓക്കെ, നമ്മളെല്ലാവരും അപ്പോഴേ ഇനി ക്ലാസ് റെക്കോർഡ് എഴുതാണ്ടെന്ന് പറയണ കേട്ടുള്ളതാണോ ഇല്ലാത്തതാണോ എന്നറിയില്ല. ഇത് കഴിഞ്ഞാൽ ഈ പീരീഡ് കഴിഞ്ഞാൽ ഇൻ്റർവെൽ കഴിഞ്ഞാൽ പിന്നെ IT കഴിഞ്ഞിട്ട് വേറെ എന്തോ വിഷയമാണ്. സോ ദിസ് ഈസ് അവർ കോളേജ്. ഇങ്ങനെ നോക്കിയാൽ ഇതാണ് കോളേജ്. ബാക്കിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എപ്പോഴെങ്കിലൊക്കെ കാണിക്കും. ഞാൻ പറഞ്ഞില്ലേ എവിടെ എഴുതാൻ പോകണം എന്നുള്ളത്. സോ നമ്മൾ അപ്പുറത്ത് പോയിട്ട് എഴുതണം. റെക്കോർഡ് ബുക്ക് ഇതാ, ഞാൻ അപ്പുറത്ത് പോയിട്ട് എഴുതണം. വള്ളി ഹായ്. ഈ ബ്ലോഗിൽ പരിചയപ്പെടുത്തണം. ഓക്കെ. ഇവിടുത്തെ തോന്നുന്ന ആൾക്കാരോ ഫുൾ ആൾക്കാരായല്ലോ. ചടുപ്പാണ്, കുറച്ച് ചടുപ്പുണ്ട്, എന്നാലും കുഴപ്പമില്ല. ദിസ് ഈസ് ദ ലാബ്. ഇവിടെ ഇരിക്കണം, എഴുതണം. ഇതൊക്കെ എന്തോ സാധനം നിങ്ങൾക്കറിയില്ല, പക്ഷെ എന്തൊക്കെ കൊടുത്ത് എഴുതണം. ഫോണിൽ അയച്ചു തരുന്ന തോന്നുന്നുണ്ട്. ഇതൊക്കെ എന്താ? ഇവിടെ പേര് ഫുള്ളായി, ബാക്കിയുള്ള ഫുള്ളായി. ഈ ലാബിന് എന്ത് എഴുതണം എന്നറിയില്ല, അതാണ് സംശയം.
ഇവിടെയൊക്കെ എഴുതി തുടങ്ങിയപ്പോൾ നമ്മൾ എഴുതി തുടങ്ങിയപ്പോൾ തന്നെ ഇൻ്റർവെൽ അടിച്ച് ഇനി പോയി ജസ്റ്റ് ഒന്ന് പരിപാടിയൊക്കെ ആയിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വരണം. സോ ഹായ്, എവിടെ പഠിക്കണേ? ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം, ഞാൻ ജസ്റ്റ് ഒരാളെ പരിചയപ്പെട്ട പറയാൻ വന്ന മറന്നു വേടാ. ഇൻ്റർവെല്ലാണ്, ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം എഴുതാൻ. വീണ്ടും ക്ലാസ് പോകണം, അത്ര തന്നെ ഉണ്ട്. മറ്റേ ക്യാൻറ്റീൻ ഫുള്ളാണ്. ഒരു ചായ അടിക്കാൻ വന്നിട്ട് റോട്ടുമ്പോൾ നിൽക്കണം. പിന്നെ ചായ ക്യാൻസൽ, ഇനി നേരെ ക്ലാസ്സിലേക്ക് പോകാം. വെല്ലടിച്ചു, ബാക്കിയില്ല. വൈകുന്നേരം കുടിക്കാം. വീണ്ടും എഴുതാൻ വേണ്ടി വന്നിരിക്കണം. ബുക്ക് തുറക്കുമ്പോൾ തന്നെ ഇപ്പം എന്താ മതിയാ, ആകെ ഒരു പേജ് എഴുതിയിട്ടുള്ളൂ. പൊതി മതിയായി. കഷ്ടപ്പാട്. ഒരുത്ത റെക്കോർഡ് കറക്കിയിട്ടുള്ളൂ, അതിന് വേണ്ടിയിട്ട് കുടിച്ചു. എത്ര എഴുതിയതൊക്കെ വയ്ക്കണം. ലാബിക്ക് പോകാൻ പറഞ്ഞപ്പോൾ നേരെ ലാബ് പോകാം, അവിടെ പോയിരിക്കാം. അവൻ ലാബ് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ചോദിക്കണം. നമുക്ക് ജസ്റ്റ് ചെയ്ത് നോക്കാം, വെറുതെ ചോദിച്ചിതാക്കണ്ടല്ലോ. ചോദിക്കാനുള്ളവരൊക്കെ അങ്ങോട്ട് പോയി. സോ നമുക്ക് ചെയ്തിട്ട് എന്താ വെച്ചാൽ പാടും. അതാ ഇതെന്താ റെക്കോർഡ് ചെയ്താൽ വേണ്ടി പോവാണ്. ആണോ? അല്ല, ഓരോ ക്ലാസ് പോവാല്ലേ. എന്താ പറഞ്ഞാടാ, എന്താ പറഞ്ഞു? ഇതാണ് ലാബ്. പക്ഷെ ഒരു സങ്കടം എന്താ വെച്ചാൽ ഷൂ അയക്കണം. ഷൂ അയക്കാറാണ് മുഷ്കിലാണ്. ചളിയുണ്ടോ? ഓ പൊടിയാണ്. ചെറിയൊരു പ്രശ്നം, ലാബൊന്ന് മാറിപ്പോയി. ഇനിയിപ്പോൾ ഷൂ കൈ പിടിച്ച് നടക്കാം. അവിടെ അപ്പുറം തന്നെ അതാ പറഞ്ഞത്. പുറത്ത് നല്ല മഴക്കാറുണ്ട്. ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവുമെന്ന് അറിയില്ല, പക്ഷേ ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും. നല്ല മഴക്കാറാണ്. മഴ ചെയ്താൽ നൈസാവും അല്ലേ? മഴ ചെയ്തിട്ട് ക്ലാസ്സിലിരുന്ന് ഇങ്ങനെ ഉറങ്ങണം. ഓഹ്, ആത്മാർത്ഥത. നിങ്ങളിപ്പോൾ കണ്ട പരിപാടി SFIൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പരിപാടിയാണെന്നാണ് അവിടെ. ഒരു ജസ്റ്റ് വന്ന് പരിചയപ്പെട്ട് ലഡുക്കെ മുട്ടയൊക്കെ പോയി. സംഭവം അടിപൊളിയ, പാട്ടൊക്കെ കേട്ടിട്ട് അടിപൊളിയ. പൊക്കി പറയണമല്ലോ, ഇഷ്ടപ്പെട്ടു അതിനോട് പറഞ്ഞു, അത്രേ ഉള്ളൂ. അങ്ങനെ ബ്രേക്ക് ടൈം ആയിരിക്കും. ഇത് പോയി ഹോസ്റ്റലിൽ പോയി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് വരണം. ഇതൊക്കെയാണ് പരിപാടി. ഫോണൊന്ന് കുത്തിരണം. കുറേ പരിപാടി. അതിൻ്റെ ഇടയിലവൻ ടീച്ചറല്ലേ, സോറി ഇല്ലാന്നിട്ട് വേറെ എന്താ പറയുന്നു പറ. പറഞ്ഞിട്ട് പോയത് ഞാൻ പറ. നീ പറഞ്ഞിട്ട് പോയത്. വന്നിട്ട് പറഞ്ഞുതരാം. അവസാനത്തൊരു ലാസ്റ്റ് വൺ. ദിസ് ഈസ് ദ ലാസ്റ്റ് വൺ. കുറെ നേരം ലേറ്റ് എടുത്ത വിളിച്ചില്ല. ഇത് കേട്ട് കേട്ട് കുമാരസല്ലോ മെൻഡിസ് അല്ല, നീ പഠിച്ചില്ലേ? ഓക്സിജൻ 8, ലിഥിയം നിയോണാ അല്ല പറയാ ക്ലോറിൻ 9, നിയോൺ 10. ഓക്കെ, കഴിഞ്ഞു. എത്ര പ്രാവശ്യം പറഞ്ഞാ? 10 പ്രാവശ്യം. എന്നോട് ചോദിച്ച 10 ബാക്കിയോ? ടീച്ചർ എന്താ പറഞ്ഞറിയോ, ഇവൻ പഠിച്ച ക്ലാസ് മൊത്തം പഠിക്കും. അതല്ല ക്ലാസ്സിലൊരു 10 വേറെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ട് എന്ന് വെച്ചാ മാത്സിലോ മാത്സ് ഒക്കെ ഞാൻ പറയും. മാത്സ് ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള വിഷയാ. ഓ
അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ എന്തൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറയും. പക്ഷെ ഇത് ഇംഗ്ലീഷിൽ നീ പറയും, കാരണം ഇംഗ്ലീഷ് എപ്പോഴും കേൾക്കണാണല്ലോ. കെമിസ്ട്രി അക്ഷരം മാത്രമായിരിക്കും കേൾക്കണേ. കെമിസ്ട്രി ചില ടൈമിൽ വെച്ചിട്ടാണ്. പ്ലസ് 1 പ്ലസ് 2 ഞാൻ തോറ്റാ കെമിസ്ട്രി. പക്ഷെ ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ടില്ലേ, ഈ കാണുന്ന ആൾക്കാർ ചിലപ്പോ പഠിച്ചിട്ടുണ്ടോ? അത്ര രാശി പറഞ്ഞിട്ടുണ്ട്. അമ്മയെ ബെല്ലം തരടേ. എന്താ സ്പെഷ്യൽ? സെലിബ്രിറ്റി ആവാൻ താല്പര്യമില്ല. ഫുഡ് കഴിക്കണം. ഓ ഭാഗ്യം ടൗസറുകളായോണ്ട് വേറെ എന്തെങ്കിലും ആണെങ്കിൽ. സോ നശീദിക്ക കുഞ്ഞു എന്താണ് കുട്ടു? ഓക്കെടാ, എന്നാൽ സെറ്റ് ആവട്ടെ. കയറി പാടെ തന്നെ ഈ എന്താ പറയുക, പാൻറ്റൊക്കെ ഒന്ന് വെച്ച്, ഷൂ ഒക്കെ ഒന്ന് വെച്ച്, ട്രൗസർ വിത്ത് ടീഷർട്ട്, സോക്സ് അയക്കണ്ട. സോക്സ് അയച്ചാൽ പിന്നെ ചാടും. ഇത്ര പണിയുള്ളൂ. നേരെ അൾമാറ തുറക്കുക, ഫുഡിൻ്റെ പാത്രം എടുക്കുക. ദിസ് ഈസ് മൈ പ്ലേറ്റ് ആൻഡ് ഗ്ലാസ്. അടയ്ക്കാം. ഗിറ്റാർ കലാകാരനാണ് ഈ നിൽക്കുന്നത്. നമുക്ക് വേറൊരു വ്ളോഗിൽ സെറ്റാക്കാം. അപ്പോൾ പോയി ഫുഡ് അയച്ച് വരാം. ഓക്കെ, ഫുഡൊന്നും കാണിക്കില്ല, കാരണം ഫുഡ് കഴിക്കണ കാണിച്ചാൽ ചാർജ് കുത്തിയുള്ള നേരം ഉണ്ടാവില്ല. സോ രണ്ട് റൂം, G9 മൈ റൂം. അപ്പോൾ കുതിര ഓക്കെടാ, ഞാൻഡറാ. സോ ഗൈസ്, അങ്ങനെ നമ്മളെ പരിപാടി കഴിഞ്ഞു, ബ്രേക്കൊക്കെ കഴിഞ്ഞു. നേരെ കോളേജിൽ പോകണം. കോളേജിൽ പോയി സെറ്റാവണം. ഒരുപാട് വെള്ളം കുടിക്കാം, കാരണം വെള്ളം കുറച്ച് കുടിച്ചിട്ടുള്ളൂ. നമുക്ക് എങ്ങനെയായാലും ക്ലാസ്സിലെത്തിയിട്ട് കാണാം. ക്ലാസ്സിലെത്തിയിട്ടില്ല, വലിയ പരിപാടിയൊന്നുമില്ല. അവന്മാരൊക്കെ പോയി തുടങ്ങി, കുറേ അവന്മാർ പോയി. അവന്മാർ ഇതവിടെ സോ പടു എന്നൊക്കെ പറഞ്ഞല്ലേ അല്ലേ? നോക്കാം ഇതൊക്കെ ഇന്ന് രാവിലെ പറഞ്ഞതാ. ഇങ്ങനെ എടുത്ത ഞാനൊക്കെ ഇപ്പോൾ ഒരു പേജറ്റ് ചെയ്തിട്ടുള്ളൂ. ഇതൊക്കെ 1 2 3 4 5 ഏതാ ഇങ്ങനെ പോയാ ക്ലാസ്സിന് വന്നിട്ട് കിടന്നു. ക്ലാസ് നേടാണ്ട് ഇറങ്ങിയിട്ട് പാടില്ല. ഏതല്ലേ മച്ചാനെ ഇപ്പൊ കണ്ടില്ല. ഇനി വേറെ മച്ചാന്റെ വേറൊരു നോക്കും അല്ല ബാക്കോട്ട് എവിടെ കിടക്കുന്നു. ഗൈസ്, ഇപ്പം പറഞ്ഞ ബർത്ത്ഡേയിൽ നമ്മളൊരു സാധനം കാണിച്ചു. ഈ ഫോണിന്റെ പ്രത്യേകത എന്താ വെച്ചാ, ഇത് ഓണാവും അപ്പൊ തന്നെ ഓഫ് ആവും അല്ലേ? 4 വർഷം വടി ഓരോ ഭാഗത്തുനിന്ന് ആള് നോക്കടാ. ഓൻ്റെ ഒരു ഇതാണ്. ഗൈസ്, അങ്ങനെ ഇന്നത്തെ ക്ലാസ് സെറ്റായി. പക്ഷെ നമ്മൾക്ക് എല്ലാവർക്കും വിട്ടിട്ടും ബിഎമാർക്ക് ഇപ്പോഴും വിട്ടില്ല. നോക്കാം, ചെക്കന്മാരുടെ ക്ലാസ്സാണ്. അവന്മാർ ഇറങ്ങണം, ഇതുവരെ ഇറങ്ങിയില്ല. ബാക്കിയുള്ളവരൊക്കെ പോയി തുടങ്ങി. സോ അല്ല അങ്ങനെയല്ല, വേറെയുള്ളവർ നമ്മുടെ ക്ലാസ്സിൽ ഇനി പിന്നെ ഇവന്മാരുണ്ട്, ഇംഗ്ലീഷിൻ്റെ സാർ, ഇതൊക്കെ തന്നെ ഉള്ളു. അങ്ങനെ നമ്മളെ കോളേജ് വിട്ട് ബാക്കിൽ കോളേജിലത്തെ മക്കളുണ്ട്. നമ്മളെ പരിപാടി കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ? ഇഷ്ടപ്പെടാൻ ഞാൻ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. എടാ ഞാൻ തീർക്കട്ടെ. ബൈ.